മൈ യൂട്യൂബ് ചാനൽ അടുത്തൊരു ഫുൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെല്ലാവരും ഉണ്ട്. മമ്മി കൈക്കാട്ടം തുടങ്ങി. അമ്മ അതാ ഇവിടെ ഉണ്ട്. അസ്ലമേ അമ്മ ഇവിടെ ഉണ്ട്. നമ്മളിന്ന് ഒരു ഔട്ടിങ് പുറത്ത് പോല്. ഇന്ന് കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാന്ന് വെച്ചാൽ ഷീലേച്ചിനെ പിടിക്കാണ്. ഷീലേച്ചി എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കാനാണ്. ഡ്രസ്സ് എൻ്റെ ഞാൻ കുത്തമ്പലയിൽ പോണ വീഡിയോ ഇട്ടപ്പോൾ ഒരു പട്ടുപാവാട എടുത്തു ഞാൻ പറഞ്ഞു ഇല്ലേ. ആ പട്ടുപാവാടയുടെ ബ്ലൗസ് തുണിയായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു തുണിയായിട്ടുള്ള ബ്ലൗസ് എന്താ തയ്പ്പിക്കാമെന്ന് വിചാരിച്ചാൽ തുണിയായിട്ടുള്ള ബ്ലൗസ് എന്തായാലും തയ്പ്പിക്കണമല്ലോ. അപ്പോൾ തയ്ക്കാൻ കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ കറുത്ത പാൻറ്റും ഒരു ഷർട്ട്. കാൽ പൊന്തിച്ച് കാട്ടാണ് എൻ്റെ പാൻറ്റ് കാട്ടിയാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കണം. കുറേ മോഡലൊക്കെ വിചാരിച്ചിട്ടാണ് പോയി നോക്കുന്നത്. ഞാൻ ഓരോ റെഫർ പോലെ ചെയ്തിട്ടുണ്ട്. ഓരോന്നും എന്താ ഇവിടെ കഴുത്ത് പോലെ പിന്നെ നേരി പഫ് കൈ ഇറക്കത്ര വരെ അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം, എന്നിട്ട് കാണാം. അപ്പോൾ ഇത് നല്ല പൂവുള്ള ഭാഗം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് എന്തായി അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ. അമ്മ നടക്കുന്നുണ്ട്. ഇവിടെയാന്ന് വെച്ചാൽ ഓരോ കാലാവസ്ഥ, ഒന്ന് മഴ വെയിൽ അങ്ങനത്തെ ഉള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ഫ്രണ്ടിന് നടക്കുന്നുണ്ട്. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ പൂമ്പൊക്കെ നല്ല കനാലൊക്കെ ഉണ്ട് കേട്ടോ, ഒഴുകുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇവരിങ്ങനെ മുമ്പ് നടക്കുന്നത്, ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്ന അങ്ങനത്തെ ഇതായിരുന്നു. ഫുൾ വീഡിയോ ആക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ വീഡിയോ മീൻസ് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആകാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുത്തില്ല പകുതി വീഡിയോസ്. ഒരു വീതം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കുഞ്ഞൊരു വീട് പോലെ അതിലാണ് നമ്മൾ തയ്പ്പിക്കാൻ കൊടുക്കുന്നത് കേട്ടോ ബ്ലൗസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ ഒരു കുഞ്ഞൊരു ഫാം എന്നുള്ളൊരു കടയ്ക്ക് നമ്മൾ പോവാണ്. ഫാം മീൻസ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫാം തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ചെടികളൊക്കെ ഇട്ടുന്നത് എന്നാലും ഞാൻ കാട്ടിത്തരാം. പിന്നെ എന്താ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മിക്ക് കുറേ ചുരിദാറുകളും അരിവശടിക്കാനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പരിപാടികൾ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്ലൗസ് തയ്പ്പിക്കുന്ന മോഡൽ കഴുത്തായിട്ട് പിന്നെ നേരി പഫൊക്കെ ആയിട്ടാണ് ഞാൻ തയ്പ്പിക്കാൻ ഉദ്ദേശിച്ച് നോക്കുന്നത്. എന്തായാലും ഞാൻ വീഡിയോയിലിടുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ വഴിയോടൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫാം എത്തി. ഇതാണ് നമ്മുടെ ഫാം. എന്തായാലും ഞാൻ ക്ലിയറായിട്ട് ഫാമിൻ്റെ ഇതെടുത്തേക്കാം. ഞാൻ സൂം ചെയ്ത് കിടക്കുന്നത് ജോയ്സ് ഗാർഡനിലാണ് നമ്മൾ പോയി നോക്കുന്നത്. നമ്മൾ ഫാമെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. മമ്മി അവിടെ ഓട്ടോറിക്ഷക്കാർക്ക് പൈസ കൊടുക്കുന്നത്, അമ്മ അവിടെ നോക്കി നിൽക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ നല്ല സാരി, നല്ല പിങ്ക് കളറായിട്ടുള്ള സാരി അമ്മയുടെ. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ ജോയ്സ് ഗാർഡൻ എന്ന് പറഞ്ഞ കടയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 ചെടികളൊക്കെ വാങ്ങിക്കാറുള്ളൂ, പക്ഷെ അത് എക്സ്പ്ലയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് ഇനിയും കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ജോയ്സ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടന്ന് നോക്കുകയാണ് ഗൈസ്. എന്താ പറയുക, ഇവിടെ ഒരുവിധം എല്ലാ ചെടികളുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ ചെടികളും ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഗാർഡൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഐറ്റംസ് വേണ്ടത്, കളയ്ക്കാനും മണ്ണ് കുത്താനും അങ്ങനെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവിടെ കിട്ടും കേട്ടോ. പിന്നെ നോക്കി ഈ പൂവാണ് എന്ത് രസമാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറും കൂട്ടായിട്ട് നിൽക്കണം. നമ്മൾ പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല, നമ്മൾ 2 ചെടി എടുത്തിട്ടുള്ളൂ. കുറേ ചെടികൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെടികളാണെന്ന് പോലും എനിക്കറിയില്ല. കുറേ ചെടികളുണ്ട്, കുറേ ബെനിഫിറ്റായിട്ടുള്ള കുറേ ചെടികളുണ്ട്. എന്താ പറയുക, കുറേ പേരക്കായ് നമ്മൾ വാങ്ങിച്ചത്, പേരക്കായിൻ്റെ ഒരു ചെടി വാങ്ങിച്ചു. ജപ്പാൻ പേരക്കയാണ് നമ്മൾ വാങ്ങിച്ചത്. അതൊരിവിടെ കിട്ടും.
ജപ്പാൻ പേരയ്ക്ക വാങ്ങിച്ചു, മാവിൻ്റെ ഇത് വാങ്ങിച്ച്, മാവ് മൂവണ്ടൻ വാങ്ങിച്ചെന്നാണ് പറഞ്ഞ് കേട്ടത്. മൂവണ്ടൻ മാങ്ങ വാങ്ങിച്ചു. എന്തായാലും ടോട്ടലി ആ ഏരിയ ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമുണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം ചെടികളുടെ കൂട്ടമല്ല, അതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ നടക്കുന്നത്. പേടിക്കാനും ആവശ്യമില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിൽ നടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കണം, അല്ലെ പാമ്പോ ചേമ്പോ എന്തെങ്കിലും ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ പ്രോപ്പർ നീറ്റാണ്. പിന്നെന്താ, മമ്മി വീഡിയോ എടുക്കുന്നുണ്ട്. മമ്മി വീഡിയോ എടുക്കുന്നതല്ല കേട്ടോ അത് മാമനെ വിളിച്ചതാണ്. നീതു മാമനെ അറിയാമല്ലോ, ഒരു ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാമനെ വിളിച്ചതാണ് കേട്ടോ. മമ്മി കാട്ടി കൊടുക്കാണ് ഏരിയ. അപ്പോൾ പല തരത്തിൽ പല നെയിമിൽ അറിയണ കുറേ ചെടികളുണ്ട്. എനിക്ക് ഒറ്റെണ്ണത്തിൻ്റെ പേര് അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ വാങ്ങിച്ച് നോക്കുന്നത് 2 ചെടികളാണ്, 2 ടൈപ്പ് ഓഫ് ചെടികളാണ് നമ്മൾ വാങ്ങിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് നോക്കുന്നത് ഒന്ന് പേരക്കായും ജപ്പാൻ പേരക്ക കേട്ടോ. ജപ്പാൻ പേരക്കായ് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേ ജപ്പാൻ പേരക്കായ്. പിന്നെ ആ മാവാണ് നമ്മൾ വാങ്ങിച്ച് നോക്കുന്നത്. അവിടെ എടുത്ത് വെച്ചോണം കേട്ടോ. അതാണ് മൂവാണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങയുടെ മരം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ, ഇന്നാന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എന്താ കമൻറ്റ് ഇട്ടിട്ടില്ല ഒറ്റാളും. കമൻറ്റ് ഇട്ടോളും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഞാനെല്ലാതും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 അടുത്തുള്ള നമ്മൾ ഇനിയും വരും ഇങ്ങോട്ട്. പക്ഷേ ഈ ചെടികൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാളത്തോട് വീടാണ്, അമ്മയുടെ വീട്. ദാറ്റ് മീൻസ് മമ്മിയുടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അമ്മയാണ് എന്നെ വളർത്തിയത്, അമ്മ എന്നാണ് ഞാൻ വിളിക്കുക. റോസ് സാരിയെടുത്തതാണ് റോസിലമ്മ. ഇപ്പുറത്തേക്കുന്നതാണ് എൻ്റെ മമ്മി. ഓക്കെ, അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ വളർന്നു നോക്കുന്നത് 3ാം ക്ലാസ് വരെ. അപ്പോൾ അപ്പച്ചനുണ്ട്, അപ്പച്ചൻ വീട്ടിലാണ്. ഞാൻ പറഞ്ഞത് അപ്പച്ചൻ വീട്ടിലിരിക്കാൻ കാരണം അപ്പച്ചൻ ജസ്റ്റ് ഒന്ന് വീണിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു, ജസ്റ്റ് ഒന്ന് വീണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങളിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വീട് മണലൂരാണ്. വീട് കാട്ടുന്നുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് ഞാൻ കാട്ടുന്നില്ല വീട് ഈ വീഡിയോയിൽ. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ചെടികൾ വാങ്ങിക്കുകയാണ്. അവിടെ ഞങ്ങൾ സ്ഥിര താമസമില്ല. എന്നുവെച്ചാൽ നമ്മളവിടെ പെർമനൻ്റായിട്ട് താമസമില്ല നമ്മളിവിടെ. കാരണം നമ്മൾ ദുബായിലായല്ലോ. പിന്നെ അമ്മയും അപ്പച്ചനും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിര താമസമാക്കുമ്പോൾ നമ്മൾ ചെടികളും നമ്മളെല്ലാതും വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ അധികം ചെടികളൊന്നും വാങ്ങിക്കുന്നില്ല. ഇത് മമ്മിയുടെ ഒരു ആഗ്രഹമാണ്, മാങ്ങ പിന്നെന്താ പേരക്കയൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് മമ്മി വാങ്ങിക്കുന്നത്. അവിടെ നിൽക്കുന്നുണ്ട്, ഇതാണ് മമ്മി, എൻ്റെ മമ്മി. അവിടെ നിന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ജപ്പാൻ പേരക്കയും പിന്നെന്തുവാ മാവ് തൈ. ഞാൻ കുറേ വർഷം പറഞ്ഞെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, എനിവേ അവിടെ മമ്മി പറയുന്നത്, അമ്മയുടെ മുഖത്ത് അങ്ങനത്തെ എക്സ്പ്രഷൻ വരാൻ കാരണം മമ്മി പറയുന്നുണ്ട് അത് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാലോ. അതായത് മീൻസ് മമ്മിക്ക് മുല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, കാരണം നമ്മൾ പെർമനൻ്റായിട്ടല്ല നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെടികളവിടെ കുഴിച്ചിടുന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല പ്രോപ്പറായിട്ട് നോക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തും വളമൊക്കെ ഇട്ട് കൊടുത്ത് പ്രോപ്പറായി നോക്കണം. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ സ്കാൻഡി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അറിയില്ല, ആ ഒരു ഐസ്ക്രീം പോലത്തെ ആ കട ഞാൻ സൂം ചെയ്തെടുക്കാൻ കാരണം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. 3 രൂപ 4 രൂപ 10 രൂപ 25 35 രൂപയ്ക്കൊക്കെ അവിടെ ഐസ്ക്രീം കിട്ടുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഉള്ളിൽ കിടന്നപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കട അടച്ചൊക്കെയാണ്. കട ഇതുവരെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. 11:30 തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ വെറൈറ്റി കല്ലുകൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പല നിറത്തിലുള്ള കല്ലുകൾ. നമ്മുടെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവുകയാണ്. അവിടെ കയറി ചെടികളൊക്കെ എടുത്തു വെച്ചു. ഇനി നമ്മൾ അവിടെ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ചെടികൾ ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ കാലത്തോട് വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന്
ഇത്തിരി സാധനങ്ങൾ എടുത്ത് എന്ന് വെച്ചാൽ ഇത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു എടുക്കാൻ. അതെടുത്ത് നമ്മളിനി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് 2-3 സ്ഥലത്തേക്ക് കയറാനുണ്ട്. എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറുന്നുണ്ട്. എൻ്റെ ചേട്ടന്മാരും അവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കസിൻ ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആദ്യം കയറുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കറണ്ട് ബില്ലും അങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാനുള്ളത്. അക്ഷയയിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. ഞാൻ വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ കാണും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ 2-3 ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ബാറ്ററി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ബാറ്ററി വാങ്ങിക്കാനൊരു കടയിൽ നിർത്തി ബാറ്ററി വാങ്ങിച്ച് നമ്മൾ നേരത്തെ കാട്ടിയ ബാറ്ററിയാണ് എടുത്തത്. ഒറ്റൊരു ബാറ്ററിയാണ്, ക്ലോക്ക് കേടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ വെയിലും അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു കണ്ടത്. പെട്ടെന്ന് ചേഞ്ചായി മഴയൊക്കെയായി. ഇതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിലത്തെ കാലാവസ്ഥ ഭയങ്കര ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മഴക്കാലം മഴ മീൻസ് മഴ തന്നെ. കുറച്ച് നേരത്തെ ചൂടായിരുന്നു, പെട്ടെന്ന് മഴയായി. അങ്ങനെയായിരുന്നു കേട്ടോ എന്തായാലും. പിന്നെ ഞാനൊരു റെയിൻകോട്ട് വാങ്ങിച്ചു. ആ ബാറ്ററിയിൽ അവിടെ ഞാൻ റെയിൻകോട്ട് ചോദിച്ചപ്പോൾ തീർന്നു പോയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരു കടയിൽ കയറി റെയിൻകോട്ട് വാങ്ങിച്ചു. ആ ക്ലിപ്പ് ഞാൻ എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ എന്നിട്ട് ആ റെയിൻകോട്ട് വാങ്ങിച്ചു. ആ സമയം തൊട്ടിട്ട് ഗായ്സ് മഴ പെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ മഴയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ റെയിൻകോട്ട് വാങ്ങിച്ചത്. കാരണം എനിക്ക് മഴയത്ത് ഇറങ്ങാൻ ഇഷ്ടം, പക്ഷെ എന്നെ ഇറക്കാറില്ല. കാരണം വല്ല പനി വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറക്കാറില്ല. എന്നിട്ട് ഞാൻ റെയിൻകോട്ട് വാങ്ങിച്ചിട്ട് ഇറങ്ങോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചപ്പോൾ ഞാൻ ഒരു റെയിൻകോട്ട് വാങ്ങിച്ചു. അപ്പം തൊട്ടിട്ട് മഴ പെയ്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കേ. അല്ല പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, മഴ പെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഏരിയ പാടമൊക്കെ എത്തി തുടങ്ങി. ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ വീട്. മീൻസ് എൻ്റെ കസിൻ ചേട്ടൻ്റെ വീടും. ചേട്ടൻ്റെ പേര് ഡാഡി ചേട്ടനാണ് കേട്ടോ. പിന്നെ ഒരു ചേച്ചിയുണ്ട്, ചിന്നു ചേച്ചി. പിന്നെ മേബിൾ വല്യമ്മ, അങ്ങനെ ഒത്തിരി 2-3 പേരുണ്ട് അവിടെ. അപ്പോൾ അവർ കാണാനൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. നല്ല പാടം പിന്നെ നല്ല രസം, നല്ല വൈബ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. എനിവേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോണ ഭാഗം നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല സമയം, നല്ല മഴയും നല്ലൊരു ഇതാണ് പ്രകൃതി ഭംഗി. എന്തൊരു പ്രകൃതി ഭംഗി! നാട്ടിൽ നല്ലതാണ് നമ്മളുടെ പ്രകൃതി ഭംഗി അറിയുള്ളൂ. പക്ഷെ നമ്മൾ നാട് വിട്ട് പോയി നോക്കി, നാട് വിട്ടൊരു വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അവിടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നാട്ടിലേക്ക് വരണം, എന്ത് രസം, നാട്ടിൽ വന്നിട്ട് വേണം മഴയൊക്കെ കൂടാൻ. അതുപോലെ ഞാൻ കേട്ടോ ഇപ്പോഴും അതാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ അങ്ങനെ പോവുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ട് പോവുകയാണ്. റോഡ് സ്കിപ്പാകുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം മഴയല്ലേ. പിന്നെ മഴ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് മാത്രം മഴ ഉണ്ടാവുള്ളൂ, വേറൊരു കുറച്ച് സ്ഥലം കഴിയുമ്പോൾ മഴ ഉണ്ടാവില്ല. അങ്ങനെയാണ്. കണ്ടിപ്പോൾ മഴയില്ല. അപ്പം മഴയൊക്കെ ചോർന്ന് റെഡിയായി. അപ്പം അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും പോയി കാണാം. ഇനി നമ്മൾ മാംഗോ ബേക്കറീസിൽ കയറാണ്. ഇത്തിരി ഐറ്റംസ് ഒന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് കയറാണ് ഗൈസ്. എന്നിട്ട് അവിടെ കയറിയിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട പാലട പായസം വാങ്ങിച്ചു ഗൈസ്. അതാണ് എൻ്റെ ജീവൻ. അത് വാങ്ങിച്ച്, കാരണം ഞാനിപ്പോഴും നാട്ടിൽ വരുമ്പോൾ അത് കഴിക്കണം എന്നാണ് എൻ്റെ ചിന്ത. അപ്പം അത് വാങ്ങിച്ച് നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്.
എൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല, മഴ പെയ്യുന്നില്ല. അത് ഇതാട്ടോ. പിന്നെ ഈ ഒരു ക്ലിപ്പ് കണ്ടോ? ഇതാണ് നമ്മുടെ വീട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ വീടാണിത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓടിച്ച വീടാണ്. ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവർക്കത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ഭാഗത്തെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അമ്മയും കൂടി കുറേ അക്ഷയ ബില്ലടിക്കലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിയൊക്കെയാണ്. ഇതാണ് എൻ്റെ വീട്. ഈ വീട് ഞാൻ ക്ലിയറായിട്ട് ഞാൻ ഒരു ദിവസം എന്തായാലും കാട്ടിത്തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ കാട്ടിത്തരാം. ഇതാ ഇവിടെ ഊഞ്ഞാലും ഇടും കേട്ടോ. പിന്നെന്താ, ഞാൻ യാത്രയുടെ വീഡിയോസാണ് മെയിനായിട്ട് എടുത്ത് നോക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നത് ഇത്തിരി പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തീർത്തു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.